ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട ലോകത്തിന് തന്നെ ദുഃഖം നൽകുകയാണെന്ന് സ്വാമി ചിദാനന്ദപുരി. ജീവഭാവം ഉൾക്കൊള്ളുന്ന ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ അതിക്രമങ്ങൾക്കെതിരെ കോഴിക്കോട് നടന്ന മനുഷ്യാവകാശ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പായി മാറിയതാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾക്ക് പിന്നിലെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. ഒന്നായി കഴിഞ്ഞ സമൂഹത്തെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കാതെ മതത്തിന്റെ പേരിൽ തരംതിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യ സമൂഹം മുഴുവൻ ഒന്നാണെന്ന സ്നേഹപൂർണമായ തിരിച്ചറിവ് ഉൾക്കൊള്ളാൻ സാധിക്കാതെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംഘടിക്കാനുള്ള മനോഭാവമാണ് ഇതിന്റെ അടിസ്ഥാനം. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞെങ്കിൽ കറുപ്പ് കഴിച്ച മനുഷ്യൻ വലിയൊരു ഉപദ്രവമൊന്നും ചെയ്യാണ്ട് എവിടെയെങ്കിലും കൂലിക്കൂടി കിടക്കുകയുള്ളൂ. ഒരു പ്രശ്നവും കറുപ്പുകൊണ്ടില്ല. മറിച്ച് ഇന്ന് മതം മനുഷ്യനെ സഹോദരനെ തിരിച്ചറിയാൻ സമ്മതിക്കാത്ത, അക്രമോത്സുകനാക്കുന്ന ഹിംസയുടെ മയക്കുമരുന്നാണ്, അല്ലാതെ ഒപ്പിയമല്ല. ഇതെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ഇതിന്റെ വ്യാപകന്മാർ പരസ്പര ബന്ധത്തോടു കൂടി ഒത്തുകൂടുന്നു. ഈ സ്ഥിതിയിൽ ബംഗ്ലാദേശിൽ നിത്യവും ഹിംസിക്കപ്പെടുന്ന, ധ്വംസിക്കപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഒത്തുചേരട്ടെ. ഭാരതത്തിന്റെ നേട്ടങ്ങളെ തുരങ്കം വയ്ക്കാനുള്ള ഉപാധിയായി ബംഗ്ലാദേശിനെ മാറ്റുകയാണെന്ന് സെമിനാറിൽ വിഷയാവതരണം നടത്തിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി മുൻ PVC ഡോക്ടർ കെ ജയപ്രസാദ് പറഞ്ഞു. ഹിന്ദുക്കളെ വേട്ടയാടുന്നത് അതുകൊണ്ടാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ കഴിഞ്ഞ 15 വർഷത്തെ ബംഗ്ലാദേശിന്റെ ഭരണകൂടം ഭാരതവുമായി ചേർന്ന് നിന്ന് വികസനോന്മുഖമായ ഒരു ബംഗ്ലാദേശ്, ഒരു വികസിത രാജ്യമായിട്ട് മുസ്ലിം ലോകത്തിന് തന്നെ മാതൃകയായി മാറുമായിരുന്ന ഒരു രാജ്യമായി ഉയർന്നു വരികയാണ്. ആ തരത്തിൽ ബംഗ്ലാദേശിലുണ്ടായ മാറ്റങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ഗൂഢാലോചന. ശിക്ഷക് സദനിൽ നടന്ന മനുഷ്യാവകാശ സെമിനാറിൽ ഹമീദ് ചേന്ദമംഗലൂർ, അഡ്വക്കേറ്റ് MS സജി, AP അഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ജനം, കോഴിക്കോട്.